വിളിച്ച് ആഹ്ലാദം പങ്കിടുമ്പോൾ അതിൽ ഭാഗമാകാതെ ഒറ്റയ്ക്ക് പുറത്തേക്ക് ഇറങ്ങി ആർ ശ്രീലേഖ. കെ ജി കമലേഷ് വിവരങ്ങൾ നൽകും. കമലേഷ്, ഒരു അതൃപ്തി ഈ ഒരു ഇപ്പോൾ ഊഹെത്തിയിട്ടുണ്ട്. ഇനി ആട്ടവട്ടലം പണിയാണ് അതൃപ്തി, അതാണ് വാക്ക് ആകുന്നതും ഒരു അതൃപ്തി ഈ പ്രവൃത്തികളിലൂടെ വ്യക്തമാവുന്നുണ്ട്. എങ്ങനെയായിരിക്കും സമാധാനിപ്പിക്കാനുള്ള കേന്ദ്ര നേതൃത്വത്തിന്റെ അടക്കം ഒരു ഇടപെടൽ ഉണ്ടാവുക? ഇതാണ് അടുത്തത്. സഹതാപത്തിലൂടെ കുത്തിത്തിരിപ്പ്. അതൃപ്തി എങ്ങനെ സമാധാനിപ്പിക്കും? കേന്ദ്ര നേതൃത്വം സമാധാനിക്കുമുള്ള BJP നേതാക്കൾ കേന്ദ്രമന്ത്രിയോടൊക്കെ സംസാരിച്ച ശേഷം അവർ പുറത്തേക്ക് ഇറങ്ങുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണിക്കുന്നത്. പിന്നീട് തന്റെ വണ്ടി വിളിച്ച് അതിലേക്ക് പോവുകയായിരുന്നു. ആ സമയത്ത് ഒരു വശത്ത് പടക്കം പൊട്ടിക്കലും വലിയ ആഹ്ലാദ പ്രകടനമൊക്കെ നടത്തുമ്പോഴാണ് അതിനൊന്നും കാത്തു നിൽക്കാതെ വലിയ രീതി എല്ലാ നേതാക്കളെയും കണ്ടു, കേന്ദ്രമന്ത്രിയും കണ്ട് സംസാരിച്ച് അവർ പുറത്തേക്ക് പോയി. അവരുടെ വണ്ടി വിളിച്ച് അവർ പോവുകയാണ്. അപ്പുറത്ത് പടക്കം പൊട്ടിക്കണ്ടായിരുന്നു. അവർ പടക്കം പൊട്ടിക്കാൻ തിരി കൊളുത്തിയില്ല എന്നുള്ളതാണ് ചിലപ്പോൾ പാവം വാസ്തവം പറഞ്ഞിട്ട് കരയുണ്ടാവുക. എനിക്ക് മനസ്സിലായില്ല ഇവരുടെ ദുഃഖം എവിടെയാണത്. എന്തായാലും അവർക്ക് ഈ കാര്യത്തിലൊക്കെ അതൃപ്തി ഉണ്ടെന്ന് വ്യക്തമാണ്. കേന്ദ്ര നേതാക്കൾ ശ്രീലേഖയുമായി സംസാരിക്കുമെന്നാണ് ഒടുവിലത്തെ വിവരം. കേന്ദ്രത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പദവി വനിതാ അമ്പൂര് തള്ളി മറിച്ചതാണ്. ഇവർ മേയറാവും, ഇവരാണ് മേയറാക്കാൻ പോകുന്നത്. കേന്ദ്രം പറഞ്ഞു, രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു, അങ്ങനെ അടപട്ടലം പോയി മൂഞ്ചിരിക്കുകയാണ്. അപ്പോൾ അത് കവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് എന്തായാലും ഇപ്രാവശ്യം ഓവർ ടൈമാണ്. പണ്ട് പാലക്കാട് മാത്രമേ ഉണ്ടാകുന്നുള്ളൂ, പിന്നെ തൃശ്ശൂർ ആഡായി, ഇതിപ്പോൾ തൃപ്പൂണിത്തുറയും തിരുവനന്തപുരം. ഇനി ഇവരെ 24 മണിക്കൂർ നിങ്ങൾ ഇതേപോലെ പിന്നാലെ നടന്നാൽ കുറച്ചുകൂടി ഓവർ ടൈം പണികൾ കിട്ടും. അപ്പോൾ ആ പണികൾ കിട്ടുമ്പോൾ നിങ്ങൾ പഠിച്ചോളൂ. ഇനി ഇതന്നെ പരിപാടി. കാരണം ഇവരെ വെച്ചാണല്ലോ നമ്മൾ വാർത്താമാധ്യമങ്ങൾ നടത്തുന്നത്. അപ്പോൾ എന്തായാലും നടക്കട്ടെ, ആ പരിപാടികൾ നടക്കട്ടെ. അല്ലാണ്ട് ഇതിൽ വേറെ ദിക്ക് പറയാനില്ല. അവിടെ തൃശ്ശൂരാണെങ്കിൽ സുരേഷ് ഗോപിനെ തട്ടിമുട്ടിയിട്ടായിരുന്നു. പാലക്കാടാണെങ്കിൽ കൃഷ്ണകുമാർ ശിവരാജേട്ടനും ഉണ്ട്. അപ്പോൾ തിരുവനന്തപുരത്താണെങ്കിൽ ഈ ആർ ശ്രീലേഖ മേഡം. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇനി ഓവർ ടൈം പണിയെടുക്കാനുള്ള സമയമാണ്. ഇങ്ങനെ പണിയെടുത്ത് ഒരു 5 വർഷം കൂടി കഴിയുമ്പോൾ ഒരു 10-12 സ്ഥലത്ത് ഇതേപോലെ പണിയെടുക്കേണ്ടി വരും. അതായിരിക്കും വിധി.